So, welcome guys to my YouTube channel, francosnewtech. So, നമുക്ക് ഇന്നത്തെ കണ്ടന്റ് എന്താ അറിയാമോ? നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ആ PC അല്ലെങ്കിൽ ലാപ്ടോപ്പില് എപ്പോഴും റിപ്പയർ ആവുന്നുണ്ടോ? അത് ഭയങ്കര സ്ലോ ആയിരിക്കണം. എത്ര GB ആയാലും ഭയങ്കര സ്ലോ ആയിരിക്കണം. ഈ പ്രോബ്ലത്തിനൊക്കെ തീർക്കാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിനിറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നോക്കിയിട്ട് ഓൾ സെറ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരു വിഷയം കൂടെ പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെയും കാണണം. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് എന്താ അറിയാമോ? നിങ്ങളുടെ ഇപ്പൊ UPS ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. UPS ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കരുതി വെച്ചിരിക്കണം. ബിക്കോസ് നമ്മളിപ്പോ വല്ല പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് UPS ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒരു CPU-യുടെ അകത്ത് ഡിസ്ക് പോലെ കാണാം. ആ ഡിസ്ക് വന്ന് സ്ക്രാച്ച് ആവും. നിങ്ങൾക്ക് UPS ഇല്ലാതെ ശ്രദ്ധിച്ചിരിക്കും ഗിർ എന്ന സൗണ്ട് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ HDD വഴി സാധനം ഇതേപോലെ ഡിസ്ക് ആണ്. SSD ഉള്ളവർക്ക് കുഴപ്പമില്ല, അത് ചെറിയ സിപ്പ് പോലെയാണ്. HDD ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരുതി വെച്ചിരിക്കണം. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡ് ആയിട്ട് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഇപ്പൊ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. PC യൂസേഴ്സിനാണ്. പെട്ടെന്ന് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഉടനെ അടുത്ത സെക്കൻഡിൽ നിങ്ങൾ CPU ഓൺ ചെയ്യാൻ പോവുകയാണ്. CPU ഓൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സർക്യൂട്ട് ബോർഡ് അടിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ എത്ര ആവശ്യം വെറുക്കാനാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത അടുത്ത സെക്കൻഡ് ടിക് ടിക് സൗണ്ട് വരുമല്ലോ, ആ സൗണ്ട് ഒക്കെ കഴിഞ്ഞ് പതുക്കെ നിങ്ങൾ CPU ഓൺ ചെയ്യണം. അല്ലെങ്കിൽ 2-3 സെക്കൻഡ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 30,000 അല്ലെങ്കിൽ 2,000 രൂപ ചെലവാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് സ്വിച്ചിനെ വെയിറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ തേർഡ് ആയിട്ട് നോക്കിയാൽ ഇത് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്കാണ്. നിങ്ങളിപ്പോ ലാപ്ടോപ്പ് വന്നിട്ട് ബെഡിൽ വെച്ച് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ബെഡിൽ അല്ലെങ്കിൽ സോഫയിൽ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇവരുടെ കുഷ്യൻ സർഫേസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹീറ്റ് ഒക്കെ വെളിയിൽ ഇങ്ങനെ പോകും. അതിന്റെ ഹീറ്റ് വെന്റിലേഷൻ സിസ്റ്റമേ അടിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ എല്ലാം കൂടി അടച്ചു വെക്കുകയാണെങ്കിൽ അതെങ്ങനെ വെളിയിൽ പോകും? സോ ഇങ്ങനെ യൂസ് ചെയ്യരുത്. നിങ്ങൾ ഒരു മടിയിൽ വെച്ചല്ലെങ്കിൽ നിങ്ങൾ ടേബിളിൽ വെച്ച് യൂസ് ചെയ്യുക. ഹൈലി റെക്കമെൻഡ് ടേബിളിൽ വെച്ച് യൂസ് ചെയ്യാനാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ ഫോർത്ത് ആയിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങളിപ്പോ PC വാങ്ങിച്ചിരിക്കുകയാണ്. PCയുടെ CPU എല്ലാം നിറയെ സ്വിച്ച് ബോർഡൊക്കെ എക്സ്റ്റൻഷൻ ബോർഡ് സാധനമല്ലേ, ഇങ്ങനെ നീണ്ട സാധനം നിറയെ സ്വിച്ചസ് ഒക്കെ കുത്താൻ പറ്റും. ഈ എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്തുമ്പോഴത്തേക്ക് എല്ലാ സാധനം സർക്യൂട്ട് ബോർഡ് കറണ്ട് ഒക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ അത് ലോക്കൽ ആയിട്ടുള്ള സാധനം വാങ്ങിക്കേണ്ട. ബിക്കോസ് എങ്ങാനും അത് അടിച്ചു പോയെങ്കിൽ നിങ്ങൾ മൊത്തം എൻറ്റയർ സിസ്റ്റവും അതിൽ കണക്ട് ചെയ്യുന്ന ഫുള്ള് ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ എത്ര വില കൊടുത്താലും കുഴപ്പമില്ല, ഒരു 1,000 അല്ലെങ്കിൽ 2,000 രൂപയുടെ സർക്യൂട്ട് അല്ല എക്സ്റ്റൻഷൻ ബോർഡെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബിക്കോസ് സാധാരണ വാങ്ങിക്കുകയാണെങ്കിൽ ഫുൾ 30,000 5,000 രൂപയുടെ സാധനമൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഒരു 1,000 രൂപീസ് അല്ലെങ്കിൽ 500 രൂപീസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്റ്റൻഷൻ ബോർഡ് കിട്ടും. അത് വാങ്ങിച്ചെങ്കിലും യൂസ് ചെയ്യും. ഓക്കെ ഗൈസ്, നമ്മുടെ ലിസ്റ്റിൽ സിക്സ്ത് ആയിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ലിസ്റ്റിൽ സിക്സ്ത് ആയിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇപ്പോ PC ഇരിക്കുകയാണ്, അതിന്റെ CPU നിങ്ങൾ മേളിൽ വെക്കാതെ താഴെ വെക്കല്ലേ. താഴെ വെച്ചെങ്കിൽ അത് RGB ഭയങ്കര RGB ഒക്കെ ഫാൻ ഒക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് താഴെ വെക്കാം. പക്ഷെ ഫാൻ ഒന്നും ഇല്ലാത്ത ആ CPU ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് മേളിലാണ് വെക്കണം. എത്ര GB RAM ആയിരുന്നാലും ഫാൻ ഇല്ലാത്ത CPU ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ താഴെ വെച്ച് വിടാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയും തന്നെ നിറയെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞ് നിങ്ങൾ ബോർ അടിപ്പിക്കുന്നില്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കില്ല. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നിൽക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു തംസ് അപ്പ് കൊടുക്കുക. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ, ആ ലൈക്ക് ബട്ടൺ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതിനെപ്പറ്റി അറിയാം. പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ, ബൈ.